Okay, all welcome back. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് adopts the power with philosophy and welcomes group members assistance in collaborating on program enhancement planning. ഈ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു ടീമായിട്ട് സഹകരിച്ച് പിന്നെ എല്ലാ നോളേജും എല്ലാം പങ്കിട്ട് പിന്നെ നമ്മള് ഇങ്ങനെ ചെയ്യുമ്പോൾ അറിവൊക്കെ നമുക്ക് അറിയുന്നതും മറ്റു ടീം മെമ്പേഴ്സിനെ അറിയുന്നതൊക്കെ ഷെയർ ചെയ്ത് നോളേജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻഹാൻസ് ചെയ്തിട്ട് പോകുന്നതാണ് ഈ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്. എല്ലാവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നത്. ഡിസ്കസ് ഹൗ സ്റ്റുഡന്റ് ആൻഡ് സ്റ്റാഫ് stakeholders participate in the management of educational institution, including the planning, coordinating, directing, projecting, staffing, documentation of educational process. ഇതെന്ന് വെച്ചാല് സ്റ്റാഫും സ്റ്റുഡൻസും രക്ഷിതാക്കളും എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് അതില് കുറെ മാർഗനിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പങ്കുവെച്ച് സ്റ്റാഫിങ്ങും എല്ലാം ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങിയ മേഖലകളിലെല്ലാം എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ചെയ്യാം. ഇൻ അഡീഷൻ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. Participatory management is a style of management that requires personal cooperation. It aims to foster initiative and commitment within work teams. അതായത് ടീം മെമ്പേഴ്സിന്റെ ഉള്ളില് നല്ല ഒരു കമ്മിറ്റ്മെന്റും ഒരു കോപ്പറേഷനും ഒക്കെയാണ് ഇതില് അധികമായിട്ട് ചെയ്യുക. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ അങ്ങനെയാണ് ഉണ്ടാവുക. To accomplish this, the manager must delegate portion of his authority and the team must decide jointly on its solution to implement. ഇങ്ങനെയുള്ള ഇതിൽ എന്താ വെച്ചാല് മാനേജർ അവരുടെ ടീം മെമ്പേഴ്സിന് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അവർക്ക് അവരുടേതായ സജഷൻസ് പറയാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊക്കെ അധികാരം കൊടുക്കും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എസ്റ്റാബ്ലിഷ് a relationship of trust between the teams in which respect and collaboration are emphasized. ഇത് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ ടീം മെമ്പേഴ്സിന്റെ ഉള്ളിൽ നല്ലൊരു ട്രസ്റ്റും നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കും. പിന്നെ അവര് പരസ്പരം റെസ്പെക്റ്റോടും കൊളാബറേഷനോടും കൂടിയും വർക്ക് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഒക്കെ പ്രവർത്തനങ്ങള് വിലയിരുത്തൽ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ ഇത് ഫലപ്രദമാവൂ. Participatory management. The different axes of participatory management. Delegating power. It is necessary to give employees some authority. അതായത് നമ്മള് എംപ്ലോയീസിനും എംപ്ലോയറെ കുറച്ചൊക്കെ അതോറിറ്റി കൊടുക്കണം. അതായത് as soon as possible they must be able to make decision at their levels. എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ നമുക്കിപ്പോ സ്കൂൾ ലെവലില് LP, UP, ഹൈസ്കൂളിനൊക്കെ ഓരോരോ സെക്ഷൻ ഹെഡ്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ പവർ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ സമയങ്ങളിൽ എന്തെടുക്കാൻ പറ്റും, കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. വിത്ത് ദ ഓപ്ഷൻ ടു കൺസൾട്ട് ദെയർ മാനേജർ. എന്നിട്ട് അവർക്ക് പിന്നെ വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് ആയിട്ട് മാനേജറുടെ ഒരു ഡിസിഷൻ കൂടെ എടുക്കുകയുള്ളൂ. സോ നമ്മളെ അതോറിറ്റീസിനും ഓരോ എംപ്ലോയീസിനും നമ്മൾ ഓരോരോ എന്ത് കൊടുക്കണം, ഒരു അതോറിറ്റി അവർക്ക് ഡിസിഷൻ എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള പവർ. അടുത്തത് മോട്ടിവേറ്റിംഗ് ടീംസ്. പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഷുഡ് എൻകറേജ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് ഇൻ കോർപ്പറേറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഓരോ ഡിസിഷൻസും ഓരോ ചർച്ചകളിലും അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള എൻകറേജ്മെന്റ് എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. When establishing rules and limits, team need to communicate and collaborate as much as possible in order to be more effective. പുതിയ റൂൾസും പുതിയ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വേണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. എന്നെങ്കിലേ അത് എഫക്റ്റീവ് ആവുള്ളൂ. By encouraging listening and comprehension of the issues, teammates will develop mutual trust, which will benefit the company's operation and the internal growth of the team. ഇങ്ങനെ ടീം മെമ്പേഴ്സിന്റെ ഉള്ളില് നല്ലൊരു ട്രസ്റ്റും ഒരു ടീം സ്പിരിറ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താവെന്ന് വെച്ചാല് ഈ കമ്പനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആവും. അത് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഗ്രോത്ത് കൂടെ
നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ എംപ്ലോയീസ് ആർ മോർ എൻഗേജ് ഇൻ ദിയർ വർക്ക് ബിക്കോസ് ദേ ക്യാൻ എക്സ്പ്രസ് ആൻഡ് മാക്സിമൈസ് ദിയർ ഐഡിയാസ് മോർ എഫക്റ്റീവ്ലി. എംപ്ലോയീസ് ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും വർക്കിൽ. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഐഡിയാസും സജഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അവിടെ ഒരു ഫ്രീഡം ഉണ്ട്. ദേ വിൽ ഓൾസോ റിസീവ് ന്യൂമറസ് ഡയറക്റ്റീവ്സ് ആൻഡ് ഫീഡ്ബാക്ക് റിഗാർഡിംഗ് ദർ ആക്ഷൻ. അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ ആക്ഷൻസിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കും അത് എങ്ങനെ ചെയ്യണം എന്ന് ഒരാൾ ഡയറക്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ ആക്ഷൻസിന് എപ്പോഴും ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അടുത്തത്, ഇൻഡീഡ് ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇവാലുവേഷൻ ഓഫ് ഈച്ച് എംപ്ലോയീസ് വർക്ക് and as a result group members are more motivated to achieve recognition. നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമ്മളെ ടീം മെമ്പേഴ്സിന് എന്താവും, അത് നല്ല മോട്ടിവേറ്റ് ആവും. അവർക്കും അവരുടെ റെക്കഗ്നേഷൻ ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മോട്ടിവേഷൻ ആവും. ആസ് എ റിസൾട്ട് ഓഫ് ദിയർ അസൈൻഡ് റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസ് ഹാവ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ നമ്മൾ അവർക്ക് ഈ എംപ്ലോയീസിനൊക്കെ ഡ്യൂട്ടീസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്കും ഇത് അവരുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളൊരു ഫീലില് നന്നായിട്ട് അവർ അതിലൊക്കെ എൻഗേജ്ഡ് ആയിട്ട് നല്ല ടീം സ്പിരിറ്റോട് കൂടി വർക്ക് ചെയ്യും. ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ് ടീം കോപ്പറേഷൻ ആൻഡ് നോളജ് ഷെയറിംഗ്. ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ നല്ലൊരു ടീം, നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടീമും നോളജ് ഷെയറിംഗ് ഒക്കെ ഉണ്ടാവും. The company will have a genuine collaborative culture that will have a positive effect on company's performance. Employees will have greater independence. They will be able to complete more work without consulting their manager. ഇങ്ങനെ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള വർക്കുകൾ പകുത്തു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ വർക്ക്സ് ഒക്കെ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യും. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും വർക്ക്സ്. ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ മാനേജറോടൊന്നും പോയി ചോദിക്കാതെ തന്നെ അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് വർക്ക് ഒക്കെ വേഗം വേഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. The exchanges will be facilitated by this collaborative spirit. Employees will be less hesitant to suggest novel ideas to their co-workers and superiors. ഇതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാല് അവർക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. അവരുടെ ഐഡിയാസും സജഷൻസും ഒന്നും ഷെയർ ചെയ്യാൻ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല. നല്ല ഒരു ടീമായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് എനർജൈസിംഗ് ടീം, fostering commitment and encouraging initiative. It requires some preparation to implement, but the positive effects are real and plentiful. ഇത് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. ഇങ്ങനെ ഓരോരുത്തർക്കും ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരും. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. Above all else, it is essential to establish a corporate culture based on collaboration and individual recognition. Managers will only need to delegate a portion of their authority and establish boundaries and rules to be followed. അപ്പോൾ ഇങ്ങനെ ഈ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റിൽ മാനേജേഴ്സിന് അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവില്ല, വർക്ക് ലോഡ് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് അത് മറ്റുള്ളവരെ ഫോളോ ചെയ്ത് അങ്ങനെ അത്രമാത്രമുള്ള ടെൻഷൻസ് ഉണ്ടാവുള്ളൂ.